മിനി അജയ്കുമാർ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ എന്ന് പറയുന്നത് ഭഗവാനെ അഭിഷേകം ചെയ്തിട്ടുള്ള എണ്ണയാണോ അതല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച് പൂജിച്ചിട്ടുള്ള ഒരു എണ്ണയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഷീട്ടാക്കിയിട്ട് വാങ്ങുന്ന ആ ഒരു ആടിയ എണ്ണയെ കുറിച്ചൊന്ന് പറയുമോ എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആടിയ എണ്ണയെ കുറിച്ച് പറയാം. ആടിയ എണ്ണ എന്ന് പറയുന്നത് ഭഗവാനെ അഭിഷേകം ചെയ്തിട്ടുള്ള എണ്ണ തന്നെയാണ് കേട്ടോ. ഭഗവാൻ ഒരു പീഠത്തിന് മുകളിലാണ്. അപ്പോൾ ആ പീഠത്തിൻ്റെ ഒരു വക്കത്ത് ഒരു ഓവുണ്ട്. ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത്, അതായത് ആടിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓവിലൂടെയാണ് അഭിഷേകം ചെയ്തിട്ടുള്ള ഒരു എണ്ണ വരിക. അപ്പോൾ അതിന് ചുവടെ ഒരു പാത്രം വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെയാണ് ഈ ഒരു എണ്ണ ശേഖരിക്കുന്നത് കേട്ടോ. അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് മേൽശാന്തി വാഗപ്പൊടി ചേർത്തുക. അപ്പോൾ വാഗപ്പൊടി ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ അഭിഷേകമുണ്ട്, സപ്തശുദ്ധി അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു തീർത്ഥജലം വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് ഈ ആദ്യത്തെ പാത്രം മാറ്റിയിട്ട് അവിടെ വേറെ വലിയൊരു പാത്രം വയ്ക്കും. അപ്പോൾ പിന്നീട് ഈ വാഗപ്പൊടിയും എണ്ണയും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ആ ഒരു അഭിഷേക തീർത്ഥം ഈ വലിയ പാത്രത്തിലാണ് സ്വീകരിക്കുക. അപ്പോൾ ഇത് രണ്ടും അഭിഷേകം ചെയ്തിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വാഗ ചേർത്ത് കഴിഞ്ഞിട്ട് വാഗപ്പൊടിയുടെ അല്ലെങ്കിൽ വാഗപ്പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു തീർത്ഥം ലഭിക്കും. അത് തീർത്ഥച്ചെമ്പിൽ ഒഴിച്ചിട്ടാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് ലഭിക്കുക. അപ്പോൾ ആടിയ എണ്ണയാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന തീർത്ഥമാണെങ്കിലും എല്ലാം ഭഗവാനെ അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആടിയ എണ്ണ നമുക്ക് വാങ്ങിക്കാനായിട്ടും കൂടെ സാധിക്കും കേട്ടോ. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ആടിയ എണ്ണയ്ക്ക് 250 ml 160 രൂപയാണ് തുകയായിട്ട് വരുന്നത്. അതിൻ്റെ ും കൂടെ നമ്മൾ ഷീട്ടാക്കേണ്ടതാണ് കേട്ടോ. ഈ ആടിയ എണ്ണയ്ക്ക് ഒരുപാട് മഹാത്മ്യമുണ്ട്. ഭഗവാന്റെ ദേഹത്തെ അഭിഷേകം ചെയ്തിട്ടുള്ള, ഭഗവാന്റെ ആ ഒരു ശരീരത്തെ, ദേഹത്തെ സ്പർശിച്ചിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ, കൈകാൽ വേദന അതുപോലെയുള്ള വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറ്റി തരാനായിട്ട് ഈ ആടിയ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഭഗവാന്റെ ഒരു മരുന്നാണ് ഈ ആടിയ എണ്ണയാണെങ്കിലും കളഭാണെങ്കിലും എല്ലാം ഭഗവാന്റെ മരുന്നാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള വേദനകളുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടും. ഭഗവാൻ അത് മാറ്റിത്തരും. ഒരുപാട് അനുഭവസ്ഥരുണ്ട് കേട്ടോ. ചെറിയൊരു രീതിയിൽ അകത്തേക്ക് സേവിക്കുകയാണ്, ചെറിയൊരു ടീസ്പൂണിൽ നമ്മൾ സേവിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിനുള്ളിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും ഭഗവാൻ മാറ്റിത്തരും. വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാന്റെ ഏത് പ്രസാദം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭഗവാൻ അത് മാറ്റിത്തരും. അപ്പോൾ ആടിയ എണ്ണ ഭഗവാന്റെ ഒരു മരുന്നും കൂടെ ആണ് കേട്ടോ. അത് നമുക്ക് ഷീട്ടാക്കി വാങ്ങിക്കാം. ആടിയ എണ്ണ എന്ന് പറയുന്നത് ഭഗവാനെ അഭിഷേകം ചെയ്തതിന് ശേഷം ലഭിക്കുന്ന എണ്ണയാണ്.